ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയല്ലോ. എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കണമെന്ന്. ഇന്നത്തെ സെഷനിൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 5 ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ യൂസ്ഫുൾ ഏരിയ ഓർ ലിവബിൾ ഏരിയ ഇൻ എ ബിൽഡിംഗ്? ഓപ്ഷൻ എ പ്ലിന്ത് ഏരിയ, ഓപ്ഷൻ ബി ഫ്ലോർ ഏരിയ, ഓപ്ഷൻ സി സർക്കുലേഷൻ ഏരിയ, ഓപ്ഷൻ ഡി കാർപ്പറ്റ് ഏരിയ. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ഏരിയ അല്ലെങ്കിൽ ലിവബിൾ ഏരിയ എന്ന് പറയുന്നത് കാർപ്പറ്റ് ഏരിയ അല്ലേ? യൂസ്ഫുൾ ഏരിയ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള ഏരിയാസിനെയാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ എന്ന് പറയാം. ഇനി ഇതിൽ അറിയേണ്ട ഒരു കാര്യം, യൂസ്ഫുൾ ഏരിയ, ലിവബിൾ ഏരിയ എന്ന് പറഞ്ഞു. അതേപോലെ ഇതിന് വേറെ എന്തൊക്കെ പേരുണ്ട്? ലെറ്റബിൾ ഏരിയ എന്ന് പറയും. കാർപ്പറ്റ് ഏരിയനെ തന്നെ ലെറ്റബിൾ ഏരിയ എന്ന് പറയും. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി കുറച്ച് 1-2 ഏരിയ ടേം നോക്കിയാലോ നമുക്ക്. ആദ്യം നമുക്ക് പ്ലിന്ത് ഏരിയ എന്താണെന്ന് നോക്കാം. പ്ലിന്ത് ഏരിയ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും, എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ബിൽട്ടപ്പ് കവേർഡ് ഏരിയ ആണ്. ഒരു ഫ്ലോർ ലെവലിൽ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ ബിൽട്ടപ്പ് കവേർഡ് ഏരിയ ആണ് പ്ലിന്ത് ഏരിയ. അപ്പം എങ്ങനെ പറയാം? ബിൽട്ടപ്പ് കവേർഡ് ഏരിയ മെഷേർഡ് അറ്റ് ഫ്ലോർ ലെവൽ ഓഫ് എനി സ്റ്റോറി. ഓക്കെ, ഇതാണ് പ്ലിന്ത് ഏരിയ. അങ്ങനെയാണെങ്കിൽ ഫ്ലോർ ഏരിയ എന്തായിരിക്കും? ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളെ വാൾ ഉണ്ടാവുമല്ലോ. ഒരു ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ ചുറ്റും വാൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റൂം എടുക്കുകയാണെങ്കിൽ വാൾ ഉണ്ടാവും. ആ വാൾ തിക്നെസ് ഒഴിവാക്കിയിട്ട് റൂമിൻ്റെ ഉള്ളിലുള്ള ഏരിയ, വാൾ തിക്നെസ് ഒഴികെ റൂമിനുള്ളിലുള്ള ഏരിയയാണ് ഫ്ലോർ ഏരിയ. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? പ്ലിന്ത് ഏരിയയിൽ നിന്ന് നമ്മൾ വാൾ തിക്നെസ് ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോർ ഏരിയ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഡെഫിനിഷൻ പറയാൻ ചോദിച്ചാൽ, ടോട്ടൽ ഏരിയ ഓഫ് ഫ്ലോർ ബിറ്റ്വീൻ വാൾസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ വേറൊരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ പ്ലിന്ത് ഏരിയ മൈനസ് ഏരിയ ഓഫ് വാൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, പ്ലിന്ത് ഏരിയ മൈനസ് ഏരിയ ഓഫ് വാൾ എന്ന് പറയാം. ഇനി അടുത്തൊരു ഏരിയ സർക്കുലേഷൻ ഏരിയ ആണ്. സർക്കുലേഷൻ ഏരിയ എല്ലാവർക്കും അറിയാം. എന്താണ്? നമുക്ക് മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് സർക്കുലേഷൻ ഏരിയ. ഫോർ മൂവ്മെന്റ് ഓഫ് പേഴ്സൺസ്. ഓക്കെ, ഈ സർക്കുലേഷൻ ഏരിയ തന്നെ 2 രീതിയിലായിക്കൂടെ. നമുക്ക് ഒരു ഫ്ലോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സ്ഥലം വേണം. അത് മാത്രം പോരാ, ഒരു ഫ്ലോറിൽ നിന്ന് വേറൊരു ഫ്ലോറിലേക്ക് എത്താനും സ്ഥലം വേണം, അല്ലെങ്കിൽ ഏരിയ വേണം. അപ്പോൾ അങ്ങനെ 2 ഏരിയാസ് ഉണ്ടാവും. നമ്മൾ ഒരു ഫ്ലോർ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറയാം. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ വരാന്താസ് അല്ലെങ്കിൽ പാസേജസ് ഒക്കെ കൊടുക്കുമല്ലോ ഒരു ഏരിയയിൽ നിന്ന്. അതായത് നമ്മളൊരു ഫ്ലോറിൽ നിന്ന് ഒറ്റ ഫ്ലോറിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ നമ്മൾ കോറിഡോർസ് കൊടുക്കും, പാസേജസ് കൊടുക്കും. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ. ജനറലി ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ നമ്മൾ 10 to 15% ഓഫ് പ്ലിന്ത് ഏരിയ ആയിട്ടാണ് കൊടുക്കാറ്. പ്ലിന്ത് ഏരിയയുടെ 10 to 15% നമ്മൾ എന്ത് കൊടുക്കും? ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ആയിട്ട് കൊടുക്കും. ഇതേപോലെ തന്നെയാണ് വേർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ. വേർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഒരു ഫ്ലോറിൽ നിന്ന് വേറൊരു ഫ്ലോറിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റെയർ, റാമ്പ്, ലിഫ്റ്റ് ഒക്കെ വേർട്ടിക്കൽ സർക്കുലേഷനിൽ വരുന്നതാണ്. ജനറലി പ്ലിന്ത് ഏരിയയുടെ 4 to 5% ആണ് നമ്മൾ എന്ത് കൊടുക്കുക? വേർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ആയിട്ട് കൊടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പ്ലിന്ത് ഏരിയ പറഞ്ഞു. പ്ലിന്ത് ഏരിയ എന്ന് വെച്ചാൽ ഒരു ഫ്ലോർ ലെവൽ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ബിൽട്ടപ്പ് കവേർഡ് ഏരിയനെയാണ് നമ്മൾ പ്ലിന്ത് ഏരിയ എന്ന് പറയാം. അതേപോലെ ഫ്ലോർ ഏരിയ പറയുകയാണെങ്കിൽ വാളിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏരിയ ആണ് ഫ്ലോർ ഏരിയ. അപ്പോൾ നമ്മൾ ടോട്ടൽ പ്ലിന്ത് ഏരിയയിൽ നിന്ന് ഏരിയ ഓഫ് വാൾ ഡിഡക്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സർക്കുലേഷൻ ഏരിയ എന്ന് വെച്ചാൽ നമുക്ക് മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് സർക്കുലേഷൻ ഏരിയ. അത് 2 രീതിയിലുണ്ട്. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഉണ്ട്, വെർട്ടിക്കൽ സർക്കുലേഷൻ ഉണ്ട്. ഒരു ഫ്ലോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സർക്കുലേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ. ഒരു ഫ്ലോറിൽ നിന്ന് വേറൊരു ഫ്ലോറിലേക്ക് മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് വെർട്ടിക്കൽ സർക്കുലേഷൻ. അപ്പോൾ അത് എത്ര പെർസെൻറ്റേജാണ് കൊടുക്കാമെന്ന് ഓർത്ത് വെക്കുക. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ എപ്പോഴും 10 to 15% ആണ് പ്ലിന്ത് ഏരിയയുടെ. അതേപോലെ വെർട്ടിക്കൽ ആണെങ്കിൽ 4 to 5% ആണ്. ഇത് രണ്ടും ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ സെറ്റായി എന്ന് വിചാരിക്കണു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എസ്റ്റിമേറ്റ് ഈസ് കോൾഡ് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്? ഓക്കെ, ഓപ്ഷൻ എ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്, ഓപ്ഷൻ ബി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, ഓപ്ഷൻ സി അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ്, ഓപ്ഷൻ ഡി പ്രിലിമിനറി എസ്റ്റിമേറ്റ്.
ഇതിലേതാണ് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്? ഓപ്ഷൻ ബി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എസ്റ്റിമേറ്റ് രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ ഹൈ ആക്യുറസിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് അല്ലേ? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ഡ്രോയിങ്ങും സ്പെസിഫിക്കേഷനൊക്കെ വെച്ചിട്ട് ഹൈ ആക്യുറസിയിൽ ഓരോ ഐറ്റമായിട്ട്, ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ പ്ലാസ്റ്ററിങ് ഒരൊറ്റ ഐറ്റമായിട്ട് എടുത്ത് അതിന് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് നോക്കും. അതേപോലെ നമ്മൾ ബ്രിക്ക് വർക്ക് എത്രയാണെന്ന് നോക്കും. അങ്ങനെ ഓരോ ഐറ്റം ഇല്ലേ, ബ്രിക്ക് വർക്ക് ഉണ്ട്, RCC വർക്ക് ഉണ്ട്, റെയിലിംഗ് കൊടുക്കുന്നതിൻ്റെ വരും. അങ്ങനെ ഓരോ ഐറ്റവും സെപ്പറേറ്റ് എടുത്ത് നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റ് ആണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഹൈലി ആക്യുറസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കോസ്റ്റ് ആക്യുറസി ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ നിന്നാണ്. അപ്പോൾ ഹൈ ആക്യുറസി ഉള്ള എസ്റ്റിമേറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഇതിന് നമുക്ക് ഡീറ്റെയിൽഡ് പ്ലാനും ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസും, പ്ലാനാണ് പ്ലെയിൻ ആയി എഴുതിയത്, ഹൈ ആക്യുറസി ഉണ്ട്. അതേപോലെ പ്ലാനും സ്പെസിഫിക്കേഷനും നമുക്ക് കറക്റ്റായിട്ട് വേണം. പ്ലാനും സ്പെസിഫിക്കേഷനും കറക്റ്റായിട്ട് വേണം. ഇനി നമ്മൾ കണ്ടിൻജൻസീസ് നോക്കുകയാണെങ്കിൽ 3 to 5% ഒക്കെ മതി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ. കണ്ടിൻജൻസീസ് കുറവാണ്. ഇനി ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ കുറച്ച് ടൈപ്പുകൾ നോക്കിയാലോ? ഏതൊക്കെയാണ്? സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ഉണ്ട്. ഇതിൻ്റെ ടൈപ്പുകളാണ്. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ ടൈപ്പ് ഏതാണ്, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് അല്ലാത്തത് ഏതെന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ പെടുന്നത് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് വരും, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരും, അതേപോലെ സപ്ലിമെൻ്ററി കം റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരും. പിന്നെന്താണ്? ആനുവൽ റിപ്പയർ ആൻഡ് ആനുവൽ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് വരും. ഇനി ഒരാളും കൂടെ വരും, പറഞ്ഞുതരാം. എക്സ്റ്റൻഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എസ്റ്റിമേറ്റും വരും. എക്സ്റ്റൻഷൻ ഇത് അധികം എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റൻഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എസ്റ്റിമേറ്റും വരും. ഓക്കെ, അപ്പോൾ ഐറ്റം ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ ചെയ്യുന്ന എസ്റ്റിമേറ്റ് ആണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. എല്ലാ ഐറ്റവും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇതിൻ്റെ ആക്യുറസി വളരെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ പ്ലാനും ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനും റിപ്പോർട്ടൊക്കെ നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട്. ഇനിയോ നമുക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ കുറച്ച് ടൈപ്പ് പറയുകയാണെങ്കിൽ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് വരും, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരും, സപ്ലിമെൻ്ററി കം റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരും, ആനുവൽ റിപ്പയർ ആൻഡ് ആനുവൽ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് വരും, എക്സ്റ്റൻഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എസ്റ്റിമേറ്റും വരും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റും കൂടി ഒന്ന് നോക്കിയാലോ? പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സിമിലർ വർക്ക് എന്ന് വെച്ചാൽ നമ്മളൊരു വീട് കെട്ടി. ഓക്കെ, നമ്മൾ വീട് കെട്ടാൻ പോകുന്നു. നമ്മൾ അതേ സ്പെസിഫിക്കേഷൻ, അതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തൊട്ടടുത്ത് വേറൊരു വീടുണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് ഒരു റഫായിട്ട് എത്ര കോസ്റ്റ് ആവുമെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ്. റഫായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് സിമിലർ പ്രീവിയസ് വർക്ക് വേണം. അതേപോലെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ് ഒന്നും വേണ്ട, പക്ഷെ ഒരു ലൈൻ സ്കെച്ച് മതി. ലൈൻ സ്കെച്ചും അതേപോലെ റിപ്പോർട്ടും മാത്രം മതി. ഇവിടെ കണ്ടിൻജൻസീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കണ്ടിൻജൻസീസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. 5 to 10% ഉണ്ടാവും. ഓക്കെ, പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ നമ്മൾ 5 to 10% കണ്ടിൻജൻസീസ് ആണ് കൊടുക്കുക. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കിയാലോ? എക്സാമ്പിൾസ്, ഫസ്റ്റ് വൺ സർവീസ് യൂണിറ്റ് മെത്തേഡ് ഉണ്ട്, പ്ലിന്ത് ഏരിയ മെത്തേഡ് ഉണ്ട്, ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ് ഉണ്ട്, അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി വിത്ത് ബിൽ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രിലിമിനറി എസ്റ്റിമേറ്റിൻ്റെ ടൈപ്സ്. ഏതൊക്കെയാണ്? സർവീസ് യൂണിറ്റ് മെത്തേഡ്, പ്ലിന്ത് ഏരിയ മെത്തേഡ്, ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ്, അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി വിത്ത് ബിൽ മെത്തേഡ്. ഇത്രയും ടൈപ്സ് നമ്മുടെ പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ വരുന്നതാണ്. ഇത് അത്ര ആക്യുറേറ്റ് ഒന്നും ആയിരിക്കില്ല, കാരണം നമ്മളൊരു കമ്പാരിസൺ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന എസ്റ്റിമേറ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
The total estimate cost of a building, sanitary and water supply work usually account for. Sanitary and water supplyക്ക് നമ്മൾ സാധാരണ 8% ആണ് കൊടുക്കാറ്. ഓപ്ഷനിൽ 3 ഉണ്ട്, 18 ഉണ്ട്, 10 ഉണ്ട്. സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ എന്ന് പറയുമ്പോൾ 8% ആണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ ബാക്കിയുള്ള പെർസെൻറ്റേജുകളും കൂടെ ഒന്ന് നോക്കിയാലോ. നമുക്ക് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്, വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ 1.5 to 2% ആണ് കൊടുക്കാറ്. ഈ പെർസെൻറ്റേജുകളൊക്കെ മാറിയും തിരിഞ്ഞും ചോദിക്കാറുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. അതേപോലെ കണ്ടിൻജൻസീസ് ഉണ്ട്. കണ്ടിൻജൻസീസ് നമ്മൾ ജനറലി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെതാണ് ഓപ്ഷനിൽ നിന്ന് എടുക്കേണ്ടത്. 3 to 5% ആണ്. ഇനി പ്രിലിമിനറിന്ന് എടുത്ത് പറഞ്ഞാൽ മാത്രം 5 to 10 എടുക്കുക. അപ്പോൾ ജനറലി ഓപ്ഷനിൽ വരാറ് 3 to 5 ആണ്. അതേപോലെ ടൂൾസ് ആൻഡ് പ്ലാൻസ് ഉണ്ട്. ടൂൾസ് ആൻഡ് പ്ലാൻസ് ജനറലി 1 to 1.5% ആണ്. പിന്നെ സെൻറ്റേജ് ചാർജസ് ഉണ്ട്. സെൻറ്റേജ് ചാർജ് അല്ലെങ്കിൽ സെൻറ്റേജ് ചാർജിന് നമ്മൾ എന്തും കൂടെ പറയും, ഡിപ്പാർട്ട്മെൻറ്റൽ ചാർജ് അല്ലെങ്കിൽ സൂപ്പർവിഷൻ ചാർജ് എന്നൊക്കെ പറയും. സൂപ്പർവിഷൻ ചാർജ് എന്ന് പറയും. സെൻറ്റേജ് ചാർജ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ് അല്ലെങ്കിൽ സൂപ്പർവിഷൻ ചാർജസ് സാധാരണ 10% ആണ് നമ്മൾ എടുക്കാറ്. അതേപോലെ ഇലക്ട്രിഫിക്കേഷൻ 8% ആണ്. ഇലക്ട്രിഫിക്കേഷൻ 8% ആണ്. വാട്ടർ സപ്ലൈ 4% ആണ് എടുക്കാറുള്ളത്. അതേപോലെ സാനിറ്ററി ഫിറ്റിങ്സ് 4% ആണ്. പിന്നെന്താണ്, വാട്ടർ ചാർജസ് ഉണ്ട്. വാട്ടർ ചാർജസ് എന്ന് പറഞ്ഞാൽ 1% ആണ്. അപ്പോൾ ആരൊക്കെയാണ്? വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് 1.5 to 2 ആണ്. കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത് 3 to 5% ആണ്. ടൂൾസ് ആൻഡ് പ്ലാൻസ് എന്ന് പറയുന്നത് 1 to 1.5% ആണ്. സെൻറ്റേജ് ചാർജ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ്, സൂപ്പർവിഷൻ ചാർജ് എന്നൊക്കെ അതിനെ പറയും, അത് 10% ആണ്. ഇലക്ട്രിഫിക്കേഷൻ 8% ആണ്. വാട്ടർ സപ്ലൈ 4% ആണ്. സാനിറ്ററി ഫിറ്റിംഗ് 4% ആണ്. വാട്ടർ ചാർജസ് 1% ആണ്. വാട്ടർ ചാർജസ് അവിടെ എഴുതിയത് കാണുന്നില്ല, അപ്പോൾ ഒന്നുകൂടെ മുകളിൽ എഴുതാം. വാട്ടർ ചാർജസ് 1% ആണ്. എഴുതിയത് ഞാൻ നിൽക്കുന്നതുകൊണ്ട് മറന്നു പോയിട്ടുണ്ട്. അതേപോലെ സാനിറ്ററി ഫിറ്റിങ്ങും വാട്ടർ സപ്ലൈയും നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താണ്, സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ എന്നല്ലേ പറഞ്ഞേ. വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് 4%ഉം അതേപോലെ സാനിറ്ററി ഫിറ്റിങ്ങും 4% ആണ്. സാനിറ്ററി ഫിറ്റിങ്ങും 4% ആണ്. അങ്ങനെയാണ് 8% വന്നത്. വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി വർക്ക് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി വർക്ക് എന്ന് പറഞ്ഞതുകൊണ്ടാണ് 8% വന്നത്. അപ്പോൾ ഇലക്ട്രിഫിക്കേഷനും 8% ആണ്. വാട്ടർ സപ്ലൈ 4%ഉം വാട്ടർ ചാർജസ് അത് ശ്രദ്ധിക്കണേ, വാട്ടർ ചാർജസ് 1% ആണ്. ഓക്കെ, ഈ പെർസെൻറ്റേജുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ആരൊക്കെയാണ്? ഇലക്ട്രിഫിക്കേഷൻ 8%, വാട്ടർ സപ്ലൈ 4%, സാനിറ്ററി ഫിറ്റിംഗ് 4%, വാട്ടർ ചാർജസ് 1%. നമ്മളോട് ക്വസ്റ്റ്യനിൽ ക്ലബ് ചെയ്തിട്ടാണ് സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞാൽ 8% വേണം. 4 + 4 8 വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In detailed estimate, the contractor's profit should be taken as 10%, 20%, 5%, 25%. എത്രയാണ് കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ്? ജനറലി നമ്മൾ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് 10% ആയിട്ടാണ് അസ്യൂം ചെയ്യാറ്. കോൺട്രാക്ടേഴ്സ് പെർസെൻറ്റേജ് 10% ആണ് അസ്യൂം ചെയ്യാറ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്? നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തിയറി ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓപ്ഷൻ എ പ്രിലിമിനറി, ഓപ്ഷൻ ബി പ്ലിന്ത് ഏരിയ, ഓപ്ഷൻ സി ക്യൂബിക്കൽ കണ്ടന്റ്, ഓപ്ഷൻ ഡി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഏതാണ്? നോട്ട് ആൻ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് അല്ലാത്തത് ഇതിൽ ആരാണ്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓപ്ഷൻ ഡി അല്ലേ? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരിക. നമ്മൾ ഇതിൻ്റെ ടൈപ്സ് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, ഈ ഒരു വീഡിയോയിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് നോക്കുക. എസ്റ്റിമേഷനിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒന്ന് ഈ പെർസെൻറ്റേജുകൾ നമ്മൾ പറഞ്ഞില്ലേ, സെൻറ്റേജ് ചാർജ്, വാട്ടർ സപ്ലൈ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാർജസ്, ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ എല്ലാവരും നന്നായി പഠിക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.